ഞാനില്ല. എൻ്റെ ഒപ്പം കളിച്ചാൽ ശരിയാവില്ല. എൻ്റെ കൊമ്പിന് ടോപ്പിടണം. ഞാനില്ല. എൻ്റെ കൊമ്പിന് ടോപ്പിടണം. ഇവരെല്ലാവരും കൊമ്പിൻ്റെ കാര്യമല്ല എൻ്റെത്. ഞാനില്ല പറഞ്ഞു. ഞാനില്ല കളിക്കാൻ കേട്ടാ. നമുക്ക് പറ്റിയ ആൾക്കാരെ സ്കൂളിൽ പോയതാണ് കേട്ടാ. എൻ്റെ ഒപ്പം കളിക്കാൻ നിന്നാലേ എൻ്റെ തടി കേടാവും. ഇങ്ങോട്ട് പോരെ. എൻ്റെ അമ്മരൊപ്പം കളിക്കണ്ട. അമ്മരൊപ്പം തീരെ കളിക്കണ്ട കേട്ടാ. അമ്മരൊപ്പം ഇത് കളിച്ചാൽ ശരിയാവില്ല കേട്ടോ കുഞ്ഞാ. അവിടെ ഇരുന്നോ. അയ്യോ, നിങ്ങൾ രണ്ടാളും എന്തിനെന്നതാന്ന്? എന്തിനെന്നതാ? എന്തിനെന്നതാ? കൊത്തണ കൊത്തണ നീ കൊത്തണടാ. എന്തിനു വന്നതാ നിങ്ങൾ രണ്ടാളും? കൊത്തണ വാ. കൊത്തടാ. കുഞ്ഞ് കളി കഴിഞ്ഞ് ക്ഷീണിച്ച് കിടന്നു. ഇവൻ്റെ കൊമ്പ് ഒരു പ്രത്യേക തരം കൊമ്പാണ്. ഇവൻ്റെ അടുത്ത് ഒരു കുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങോട്ട് തുളഞ്ഞ് കയറും. ഇവനായിട്ട് അതിങ്ങനെ കളിക്കാൻ പറ്റില്ല. ഇത് എൻ്റെ കുഞ്ഞനാണ്. ഇവന് 3 മാസം പ്രായം. ഇവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ്, നല്ല നീളം ചെവിയാണ് ഇവന്. ഉണ്ടോ, നല്ല നീളമുള്ള ചെവി. പിന്നെയെന്ന് വെച്ചാൽ അവൻ്റെ ഈ കൊമ്പുണ്ടല്ലോ, കൊമ്പിങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ വളഞ്ഞായിരിക്കുന്നു. നല്ല കൂർത്ത കൊമ്പ്. പിന്നെതാ അവൻ്റെ വാലിൻ്റെ അറ്റം നല്ല ഭംഗിയാണ് കാണാൻ. പൂ പോലെ ഇങ്ങനെ രോമൊക്കെ ആയിട്ട് ഒരു സുന്ദര കില്ലാടി കുഞ്ഞനാണ്. ഇവൻ കുത്തിയിട്ടുണ്ടെങ്കിലേ കുത്തിയ ഭാഗത്ത് ചോര നിൽക്കാതെ ഇങ്ങനെ പൂറ്റുകൊണ്ടിരിക്കും. ഇവൻ 3 മാസമേ ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു അത്ഭുതമാണ്. കാരണം 6-7 മാസമായ ആടുകളുടെ അത്ര ഉണ്ട്. പക്ഷെ ഇവൻ്റെ പ്രായം 3 മാസമേ ആയിട്ടുള്ളൂ. ഇവനെ നാടൻ ആടുകളിൽ പെടില്ല. ഇവിടെ ആദ്യം ഒരു വലിയ ആടുണ്ടായിരുന്നു, അതിൻ്റെ കുട്ടിയാണ് ഇവൻ. അവനെ നോക്കാൻ വയ്യാതായപ്പോൾ അവന് കൊടുത്തു. കാരണം ഞാനൊരാൾ മാത്രമേ അവൻ്റെ അടുത്തേക്ക് ചെല്ലുള്ളൂ. വേറെ ആരെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ അവരെ കുത്തി മറിച്ചിട്ട് പണിയാവും. അപ്പോൾ എനിക്ക് നോക്കാൻ വയ്യാതായപ്പോൾ ഞാൻ അവനെ കൊടുത്തു.